പിറവത്തെ കൂരുമല. പച്ചപ്പും കുന്നിൻ ചെരുവിലെ കാഴ്ചകളും ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നതെന്നാണ് വിഷ്ണു സുരേഷ് പറയുന്നത്. നമുക്ക് വിഷ്ണുവിന്റെ കൂടെ പോയി കൂരുമലയൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, കണ്ട കാഴ്ചകൾ തന്നെ കാണാതെ സഞ്ചരിച്ച വഴികളിലൂടെ മാത്രം സഞ്ചരിക്കാതെ ഇടയ്ക്കൊന്നും വ്യത്യസ്തമായി മാറ്റിപ്പിടിക്കാൻ പറ്റുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലൊരു സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. പിറവം ഇലഞ്ഞിയിലുള്ള കൂരുമല. പണ്ടോട്ട് ഇവിടെ വരാറുള്ളതായിരുന്നു. അന്നേരം ഇവിടെ ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ കയറി വരിക. അന്നും വ്യൂ പോയിന്റ് ഒക്കെ അടിപൊളി തന്നെയായിരുന്നു. ഇതിൻ്റെ മോർണിംഗ് വൈബും ഈവനിങ് വൈബും ഭയങ്കര രസമാണ്. ഇവിടെ ഇതുപോലെ മഞ്ഞൊക്കെ പൊതച്ച് നല്ല രസമാണ്. ഇപ്പോൾ ഇവിടെ ക്ലിയർ വ്യൂ ആണ്. സൺറൈസ് ഒക്കെ അടിപൊളിയായിട്ട് കാണാം. ഒരു 6 മണി 5 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോഴാണ് കാണാൻ ഭംഗി. പിന്നെ ഈവനിങ്ങിൽ സൺസെറ്റ് കാണുന്നത് അതൊരു 6:30 ഒക്കെ ആകുമ്പോൾ വരുമ്പോഴാണ് ഭംഗിയുള്ളത്. ഇവിടെ നോക്കിയാൽ 3 ജില്ല കാണാന്നൊക്കെയാണ് പറയുന്നത്. അവിടെ നിന്നെന്തോ എറണാകുളം, കോട്ടയം, ഇടുക്കി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കാണാൻ തന്നെ ഭയങ്കര മനസ്സിലൊരു ഫ്രഷ്നെസ് ഒക്കെ വരും. ഈ കൂരുമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഈ കാണുന്ന വാച്ച് ടവറാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുക. കാരണം അത്രയും ഭംഗിയുള്ള വിഷ്വലാണ്. ഇവിടുന്ന് നമുക്ക് ഇവിടെ വന്ന് ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് വന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളവും കാണാം, കോട്ടയവും കാണാം, ഇടുക്കി കാണാം. അത് അടിപൊളിയാണ്. പിന്നെ മെയിനായിട്ടൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തം പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് അലങ്കോലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ക്ലീൻ അല്ല, അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. കൂടുതൽ ആൾക്കാർ അറിയുന്നില്ല. അവിടെ ഒരു പള്ളിയുണ്ട്, അത് അത്യാവശ്യം ഭംഗിയാണ് കാണാനായിട്ട്. ചെറിയൊരു പള്ളിയാണ്. പിന്നെ പണ്ട് ഇതിലെ പോകുമ്പോഴത്തേക്ക് ഒരു കരിങ്കൽ ക്വാറി ഉണ്ട്, ഇപ്പോൾ അടച്ചു കെട്ടി. അവിടെ നേരത്തെ ആൾക്കാർ പോകുമായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. ഈ കൂരുമലയിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ലഘു ഭക്ഷണശാലയൊക്കെ ഇവിടെ ഉണ്ട്. ചേച്ചി, എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? ഇപ്പോൾ ഉണ്ട്, ധാരാളമായിട്ട് വരുന്നുണ്ട്. എന്താ ഇവിടുത്തെ ഒരു പ്രത്യേകത? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾ റൗണ്ടായിട്ട് എല്ലായിടവും കാണാം. ഏകദേശം 7 ജില്ല കാണാം നമുക്ക്. ഇപ്പോൾ അന്തരീക്ഷം ഇത്തിരി ക്ലിയർ അല്ല, ഭയങ്കര ഭംഗിയുള്ള സമയമുണ്ട്. ലേശം മഴക്കാറുള്ളത് കൊണ്ടാണ്. കൂടുതൽ ആൾക്കാർ വരിക വൈകുന്നേരങ്ങളിൽ, അതായത് ഉദയവും അസ്തമയും ഒരുപോലെ ഹൃദ്യമായി തോന്നുന്ന ഒരു പ്രദേശം ഇത് മാത്രമേ ഉള്ളൂ. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ വേണമെന്ന് തോന്നില്ല ആൾക്കാർ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇത്തവണ പുതിയ മെമ്പർ വന്നപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 1400 അടി ഹൈറ്റ് ഉണ്ട് ഇതിന്. പണ്ട് നമ്മുടെ ഈ കൂരുമല ഇലഞ്ഞിയിലെ കർഷകരുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായിരുന്നു. അതായത് തൊഴിലാളികളെ ഇപ്പോൾ പാടത്ത് ഞാറ് നടാൻ ഇറക്കണമെങ്കിൽ അതിരാവിലെ ആളുകൾ ഈ കൂരുമലയിലേക്ക് ഒന്ന് നോക്കും. കണ്ടാലെത്താവുന്ന ആളുകൾ കർഷകർ. അപ്പോൾ മഞ്ഞ് മൂടി കിടക്കുകയാണെങ്കിൽ അവരന്ന് പണിക്കാരെ വെക്കില്ല. കാരണം അന്ന് ഫുൾ മഴയായിരിക്കും, ഭയങ്കരമായിട്ട് മഴയായിരിക്കും. കർഷകർ തന്നെ ആ ഒരു ഉച്ചയ്ക്കൊക്കെ ഫുഡ് എടുക്കാനായിട്ട് പോകണമെങ്കിൽ കൃത്യം മലയുടെ മുകളിലേക്ക് ഒന്ന് നോക്കും. അപ്പോൾ സൂര്യൻ എവിടെ നിൽക്കുന്നു, അതായത് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ക്ലോക്കായിട്ടും കൂടെ കൂരുമലയെ വിനിയോഗിക്കാറുണ്ട്. അതാണ് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാച്ച് ടവർ ആയിരുന്നു ഈ കാണുന്ന കൂരുമല. ഇപ്പോഴതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായെങ്കിലും അന്നത് ഇതൊരു നേരത്തെ ഈ താഴത്തുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ, അവിടുത്തെ കാലാവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങോട്ടേക്കായിരുന്നു എത്തിയിരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്.
അധികം തിരക്കില്ല, നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് കാമായിട്ട് നേച്ചറൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഭയങ്കര വ്യത്യസ്തമായി, തിരക്കില്ല, നല്ല ക്ലൈമറ്റ്, കോട നിറഞ്ഞ എറണാകുളം ജില്ലയിലൊരു സ്ഥലം. എറണാകുളത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അധികം ആൾക്കും അറിയില്ല. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഉദയ അസ്തമയമാണ് കൂരുമലയിലെ ഏറ്റവും പ്രത്യേകതയുള്ള സമയങ്ങൾ, അതായത് അതിരാവിലെയും പിന്നെ വൈകിട്ടും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പിറവം ഇലഞ്ഞിയിലാണ് ഈ സ്ഥലമുള്ളത്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ കുറുവിലങ്ങാട് കൂടി ഇങ്ങോട്ടേക്ക് എത്താം. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര മനസമാധാനമുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ഇങ്ങോട്ട് എല്ലാവരും വരിക. ഇത് ഭാവിയിൽ ഉറപ്പായും കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കുന്ന സ്ഥലമായി മാറും, ഒരു സംശയമില്ല. കുരുമലയിൽ നിന്ന് ശ്രീകുമാറിനും വിഷ്ണു കച്ചേരിക്കൊപ്പം വിഷ്ണു സുരേഷ് 24. അപ്പോൾ അങ്ങനെ കൂരുമല അടിപൊളി കാഴ്ചകളാണ്. പുതിയൊരു സ്പോട്ട് കിട്ടിയല്ലോ, പിറവത്തിനടുത്താണ്. എറണാകുളത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു സൺഡേ ഒക്കെ ഇവിടെ എറണാകുളത്ത് നിൽക്കുന്ന നമ്മുടെ യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിലും ഒന്ന് പോകാം. നല്ല ഹൈറ്റിലേക്ക് പോയി മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം.